തിരുവനന്തപുരം നഗരത്തിലെ ഫ്ളാറ്റുകൾ മഴയുടെ മറവിൽ കക്കൂസ് മാലിന്യമടക്കമുള്ളവ റോഡിലേക്ക് ഒഴുക്കിവിടുന്നതായാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. നഗരമധ്യത്തിലുള്ള സതേൺ ഇൻവെസ്റ്റ്മെന്റ് ഫ്ളാറ്റിൽ നിന്ന് മലിനജലം ഒഴുക്കിവിടുന്നതായി നാട്ടുകാർ പലതവണ പരാതിപ്പെട്ടിരുന്നു. ഫ്ളാറ്റിലെ കക്കൂസ് ടാങ്കടക്കം നിറഞ്ഞു കവിഞ്ഞ് വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയിലാണുള്ളത്. ഈ മാലിന്യം റോഡിലേക്ക് ഒഴുക്കിവിടാൻ 2 മോട്ടോറുകൾ ഘടിപ്പിച്ച് പ്രത്യേക സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2 പമ്പ് വെച്ച് രാത്രി സമയത്തേക്ക് വെള്ളം പമ്പ് ചെയ്ത് റോഡിലേക്കാണ് വിടുന്നത്. അത് റോഡിലേക്ക് വിടുന്ന റെയിൻ വാട്ടർ അല്ല, ഡ്രെയിനേജ് വാട്ടറാണ്. ആളുകൾ ഉപയോഗിക്കുന്ന മാലിന്യങ്ങളും ഇതെല്ലാം കൂടെ കുമിഞ്ഞുകൂടിക്കൊണ്ടുള്ള ഒഴുക്ക് ശക്തമായി ഒഴുകുന്നത് ഈ താഴ്ന്ന പ്രദേശങ്ങളിലോട്ടേ ഉണ്ടാവുള്ളൂ. ഇന്നലെ രാത്രി മലിനജലം പ്രധാന ഡ്രെയിനേജ് പൈപ്പിലേക്ക് തുറന്നുവിടാനുള്ള ശ്രമം നാട്ടുകാർ തടസ്സപ്പെടുത്തുകയായിരുന്നു. മെയിൻ ഡ്രെയിനേജിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് യാതൊരു കാരണവശാലും അനുവദിക്കുന്നതല്ല. എന്നുവെച്ചാൽ അങ്ങനെ അനുവദിച്ചു കഴിഞ്ഞാൽ 10,000-1500 വീടുകളിൽ അടുത്ത മഴ സമയത്ത് ഈ ഡ്രെയിനേജിൻ്റെ പ്രോബ്ലം ഉണ്ടാകുന്നതാണ്. കുറഞ്ഞ സംഭരണ ശേഷി മാത്രമുള്ള ഡ്രെയിനേജ് പൈപ്പിലേക്ക് ഫ്ളാറ്റിലെ മലിനജലം ഉൾക്കൊള്ളാനാവില്ലെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. മീഡിയ 1 തിരുവനന്തപുരം.